റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇപ്പോൾ QHLSE ക്ലാസ്സിൽ നമ്മൾ ഏത് സൂറത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സൂറത്തുൽ നംൽ. എത്ര ആയത്തെത്തി? 39. ഏ? 10ാമത്തതാണ് എടുക്കാനുള്ളത്. 9 ആയത്ത് എത്തി. ശരി. എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ നംൽ? 27. മദനിയായ സൂറത്താണല്ലേ? മക്കിയായ സൂറത്താണ്. മാഷാ അല്ലാഹ്. ശരി. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 8ഉം 9ഉം ആയത്തുകൾ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ 8, 9 ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം എന്തൊക്കെയായിരുന്നു? ഫലമ്മ ജാഅഹ. ജാ എന്ന് പറഞ്ഞാൽ വന്നു. ജാഅഹ, ആ ഹ എന്നുള്ള ലമീർ എന്തിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നത്? എവിടേക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നെത്തിയത്? ഫിറോന്റെ അടുത്തേക്കല്ല, അങ്ങോട്ട് എത്തിയിട്ടില്ല. ആ പിന്നെ തൂർ പർവ്വതത്തിന്റെ മുകളിൽ ആ സസ്യത്തിന്റെ അല്ലെ പ്രകാശിക്കുന്ന ആ ഒരു ചെടിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ നൂദിയ എന്ത് ചെയ്തു? വിളിച്ചു പറയപ്പെട്ടു. അവിടെ നൂദിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു അറബിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫിഅല് കണ്ടാൽ അത് ചെയ്ത ആൾ സ്ഥലത്ത് ഉണ്ടോ ഇല്ല നമുക്ക് മനസ്സിലാവും. അതായത് മഅറൂഫ് മജ്ഹൂൽ എന്ന് പറയും. നാദ എന്നാണ് വിളിച്ചു എന്ന് ഒരാൾ വിളിച്ചു എന്ന് പറയുമ്പോൾ ആളെ നമ്മൾക്ക് അറിയുമെങ്കിൽ നാദ എന്ന് വിളിക്കും. നൂദിയ എന്നതിൻ്റെ അർത്ഥം വിളിച്ചത് ആരാണെന്ന് എന്ത് ചെയ്യൂല, അറിയൂല. അപ്പോൾ തന്നെ നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഈ സംസാരം നടക്കുന്ന സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അങ്ങനെ വിളിച്ചു പറയപ്പെടുകയാണ്. ഒരു ശബ്ദമാണ് അദ്ദേഹം കേൾക്കുന്നത്. എന്ത്? അംബൂരിക മം ഫിന്നാർ. എന്തായിട്ടുണ്ട്? ബറക്കത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കൊക്കെ? മൻ ഫിന്നാർ, ആ പ്രകാശത്തിന്റെ അടുത്തുള്ള ആളുകൾ. വമൻ ഹൗലഹ വസുബ്ഹാനല്ലാഹി, അല്ലാഹു പരിശുദ്ധനായിരിക്കുന്നു. റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ. ശരി. അപ്പോ ഈ പ്രകാശത്തിന്റെ അടുക്കൽ വന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഫസ്റ്റ് കിട്ടുന്ന അഡ്രസ് തന്നെ എന്താണ്? ഈ കാണുന്ന അടയാളം, ഈ പ്രകാശം ആരിൽ നിന്നുള്ളതാണ്? ലോകസൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇനി യാ മൂസ, ഓ മൂസ, ഇന്നഹു, നിശ്ചയമായും കാര്യം, അനല്ലാഹുൽ അസീസുൽ ഹക്കീം. പലപ്പോഴും ഈ ആയത്തിനെ ഓതുമ്പോൾ നമ്മൾ എന്താ പറയുക, അതൊരു നമ്മൾ ആ ആയത്തിനെ ഡയറക്റ്റ് കേൾക്കുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നമ്മളതിൻ്റെ ട്യൂണിനെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഓരോ സംസാരത്തിനും ഓരോരോ ആശയങ്ങളാണ്. ഇപ്പോൾ ഒരു വാപ്പ മോനോട് പറയാണ് ഇവിടെ വാടാ എന്ന് പറയുന്നത് വാടാ എന്ന് പറയണ വ്യത്യാസമല്ലേ? സംഗതി എഴുതുകയാണെങ്കിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? രണ്ടും ഒരേ ടോണായിരിക്കും. അപ്പോൾ ഈ ഖുർആൻ അവതരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വചനങ്ങളിലൂടെ പോകുമ്പോൾ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാവുമ്പോൾ ഇത് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു സംസാരമാണ് അല്ലെ, കലാമുള്ളയാണ്. അപ്പൊ അതിനൊരു കൃത്യമായൊരു ട്യൂണ്, സ്വാഭാവികമായിട്ടും ഒരു അർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരു ട്യൂൺ എന്തായാലും അവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഈ ആയത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യും. അനല്ലാഹുൽ അസീസുൽ ഹക്കീം, യുക്തിഭദ്രനും അതുപോലെ തന്നെ പ്രതാപശാലിയുമായ സൃഷ്ടാവായ അള്ളാഹുവാണ് ഞാൻ. അതൊരു അഡ്രസ്സ് ചെയ്യൽ തന്നെയാണ്. ആ അഡ്രസ്സ് കേൾക്കുന്നതോടുകൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ഇനി എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ജാഗരൂകനായി, ഇനി അടുത്ത സംസാരം എന്തായിരിക്കും എന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? മാനസികമായിട്ടും ഫിസിക്കലി ആയിട്ടും തയ്യാറാണ്. അങ്ങനെ ഫിസിക്കലി ആയിട്ട് തയ്യാറായെന്ന് മനസ്സിലായെന്നുള്ളത് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാവും. ശരി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. നമുക്ക് ആദ്യ ആയത്തൊന്ന് ഓതി നോക്കിയാലോ? ഓക്കെ. വ അൽഖി. എന്താ അൽഖ യുൽഖി എന്ന് വെച്ചാൽ? അൽഖ, ഇടുക. വ അൽഖി അംറു ഫീലാണ്, കൽപ്പനയാണ്. മൂസ നീ ഇടുക. അസാക, നിന്റെ വടിയെ. ഓക്കെ. ഫലമ്മ റആഹ, ലമ്മ എന്ന് പറഞ്ഞാൽ ആയപ്പോൾ എന്നാണ്. റആഹ, ആ വടിയെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ കാണുകയാണ്. തഹ്തസ്സു, ഇഹ്തസ്സ ഇഹ്തസ്സു എന്ന് പറഞ്ഞാൽ എന്താണ്? വിറക്കുക, പിടയ്ക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. തഹ്തസ്സു, ആ വടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഇതിൽ എന്താ മീനിങ് കൊടുത്തിക്കണേ?
പിടഞ്ഞ് പിടഞ്ഞ് നടക്കുക. എന്ന് വെച്ചാൽ എന്താ പറയുക, കൈകാലുകളില്ലാതെ പടഞ്ഞിങ്ങനെ പോവാണ് ആ വടി. ഓക്കെ. തെഹ്തസ്സു, അതിങ്ങനെ പടയുന്നുണ്ട്. അന്നഹ, അത് ഏതുപോലെയാണ്? ജാന്ന്. എന്താ മീനിങ്? സർപ്പം. ഓക്കെ. അതൊരു സർപ്പത്തെ പോലെ ഇങ്ങനെ കിടന്ന് പിടയുകയാണ്. അപ്പോ വല്ലാ മുദ്ബിറൻ, പിന്തിരിഞ്ഞ് ഓടി. ഓക്കെ. മീനിങ് അതന്നെയല്ലേ? ഞാൻ പറയുന്ന മീനിങ് ഒന്നും മാറ്റണ്ട, നിങ്ങൾ പറഞ്ഞു തരണോ? നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം. എന്തായാലും ഇതിലെന്താ കൊടുത്ത മീനിങ്? പിന്തിരിഞ്ഞവനായി. വല്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഓടുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. വല്ല മുതുബര, അദ്ദേഹം പിന്തിരിഞ്ഞോടി. വലം യുഅഖിബ്, അദ്ദേഹം ഒരു വേള പോലും എന്ത് ചെയ്തിട്ടില്ല? തിരിഞ്ഞു നോക്കിയില്ല. ഓക്കെ. അഖിബ അല ഖദമൈഹി എന്നുള്ളൊരു പ്രയോഗമുണ്ട്. നിന്ന നിപ്പിൽ ഇങ്ങനെ തിരിയാ. ഏത് നമ്മളെ നിര്യാണിയുടെ കയ്യിൽ ഇങ്ങനെ നിന്നിട്ട് തിരിഞ്ഞോടുക. ഒരു അടി പോലും മുന്നോട്ട് നിൽക്കാതെ തിരിഞ്ഞു പോണേനാണ് പറയുക. സംശയം ഇപ്പോൾ ഈ കുഫാറുകളുടെ നിഷേധത്തെക്കുറിച്ചൊക്കെ അള്ളാഹു ആ പ്രയോഗമാണ് കൊടുക്കാറുള്ളത്. വദ്ല മുദ്ബിറക അല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓട്ടത്തിന്റെ ഊക്കാണ് പറയുന്നത്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, മൂസ നിന്റെ കയ്യിലുള്ള വടി നിലത്തിടുക. ആ വടി നിലത്തു വീണ സമയത്ത് ആ വടിക്ക് എന്ത് സംഭവിക്കുകയാണ്? അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ ആ മരക്കഷ്ണമായിരുന്ന വടി പിടയുന്നത് കണ്ട് അതിന് ഒരു സർപ്പത്തെ പോലെ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ പിന്നെ മൂസ അലൈഹി സ്വലാമ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല. ഓടടാ ഓട്ടാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മാനസികമായും ശാരീരികമായും മൂസ അലൈഹി സ്വലാം അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ളതിന് എന്താണ്? തയ്യാറാണ്. ഈ ഓടാനുള്ള കാരണം എന്താണെന്നറിയോ? അറിയോ? അതിന് ഒരു ഹിക്മത്ത് ഉണ്ട്. പണ്ഡിതന്മാർ അതിനെ 3 രീതിയിൽ അതിനെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഈ ആയത്തിൽ ജാന്ന് എന്നാണ് ആ വടിയുടെ അവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചത്. ജാന്ന് എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം. അതായത് വലിപ്പം കുറഞ്ഞ, താരതമ്യേന വേഗതയും അതേപോലെ തന്നെ എന്താ പറയുക, ഇൽത്തിറാബും കൂടുതലുള്ള, എന്ന് വെച്ചാൽ മനുഷ്യരെ കണ്ടാൽ മറഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള സർപ്പങ്ങൾ, അതിനാണ് ജാന്ന് എന്ന് പറയുക. ഓക്കെ. അതേപോലെ തന്നെ ഖുർആനിൽ മറ്റു ചില സ്ഥലങ്ങളിലും, ഇപ്പോൾ സൂറത്തുൽ ഖസസിലും സൂറത്തുൽ നംലിലും ജാന്ന് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ സൂറത്തുൽ അഅറാഫിലും സൂറത്തു ശുഅറായിലും സുഅ്ബാൻ എന്നുള്ള പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സുഅ്ബാൻ എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ, എന്താ കാണുമ്പോൾ തന്നെ ഭയം ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലുള്ള ഒരു സർപ്പവും. അപ്പം നമ്മളിപ്പോൾ ഒരു വെള്ളിക്കെട്ടൻ എവിടെ കാണുന്നതും അതേമാതിരി ഒരു മലമ്പാമ്പിനെ കാണുന്നതും രണ്ടും നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. വെള്ളിക്കെട്ടനെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ അടുത്ത് നിന്ന്, കാരണം ആ സാധനം ഏത് സമയത്തും ഏത് ദിശയിലേക്കും പെട്ടെന്ന് ചലിക്കും, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ അടുത്ത് നിന്ന് ഓടി മാറാൻ ശ്രമിക്കും. പക്ഷെ ഒരു മലമ്പാമ്പിനെ കണ്ടാൽ ഏകദേശം അതിൻ്റെ ഫിസിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പെരുമാറ്റം നമുക്കൊരു ചെറിയ ഇത് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണും ഇതെങ്ങനെ പോകണമെന്നില്ല. അല്ലേ? ശരിയല്ലേ? അപ്പോൾ സുഅ്ബാൻ എന്ന് വേറൊരു സ്ഥലത്ത്, 2 സ്ഥലത്ത് പ്രയോഗിച്ചു. ഇനി ഹയ്യത്തുൻ എന്ന സൂറത്തു ത്വാഹയിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ സർപ്പഗണത്തിന് പറയുന്ന പേരാണ്. അപ്പോൾ ഈ പദവ്യത്യാസങ്ങളിൽ ഒരു രഹസ്യം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം സുഅ്ബാൻ എന്നുള്ള പദം പ്രയോഗിക്കപ്പെട്ടത് ഫിർഔനിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഈ വടി പ്രദർശിപ്പിക്കുന്ന സമയത്ത്, ആ മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ്. ഓക്കെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സർപ്പമാക്കി കാണിച്ചു കൊടുത്തപ്പോൾ എങ്ങനത്തെ സർപ്പാണ്? വേഗത കൂടിയ സാധാരണ ചെറിയ രീതിയിലുള്ള ഒരു തരം സർപ്പമാണ്. എന്ന് വെച്ചാൽ മൂസാ നബിക്ക് ബോധ്യം വരികയാണ്. എന്ത്? ആ വടി അതിൻ്റെ പ്രകൃതിപരമായി അതിൻ്റെ നിയമം എന്താണോ അതിൽ നിന്ന് അകാരണമായി രൂപമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ ഭൗതികമായി അള്ളാഹു സംവിധാനിച്ച ഏതൊരു സിസ്റ്റത്തെയും അതിൻ്റേതല്ലാത്തൊരു സിസ്റ്റമാക്കി മാറ്റാൻ അള്ളാഹുവിനല്ലാത്ത ഒരു സൃഷ്ടിക്കും കഴിയുകയില്ല. അപ്പോൾ അടുത്ത ചോദ്യം, മനുഷ്യന്മാർക്ക് ഐസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഐസിനെ പച്ചവെള്ളമാക്കാൻ കഴിയുന്നല്ലോ, വെള്ളത്തെ പിന്നെ നീരാവിയാക്കാൻ കഴിയുന്നല്ലോ. അതെന്താ? അതിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ തന്നെയുള്ള അതിൻ്റെ ഗുണങ്ങളിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ആ സാധനം തന്നെ മാറുന്നുണ്ടോ? ഇല്ല. ആ കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പാമ്പിനെ കാണിച്ചു കൊടുത്തപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ പിന്തിരിഞ്ഞോടി? പാമ്പിനെ പേടിച്ചിട്ടാണോ?
ആവാം അല്ലേ? ഒന്നതാവും. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ ചരിത്രത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. എന്താണ് ആ അബദ്ധം? കിബത്തിയായ ഒരാളെ കൊന്നുപോയിട്ടുണ്ട്. ആ വിഷയത്തിൽ വളരെയേറെ സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും അള്ളാഹുവിനോട് റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർലി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ആര്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവ് തന്റെ മുമ്പിൽ തന്നോട് സംസാരിക്കുകയാണെന്ന് കണ്ട് താൻ നിരുപദ്രവകാരിയായി കൊണ്ടു നടന്ന ഒരു വടിയെ നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറുകയും അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലേക്ക് വന്ന പേടി എന്തായിരിക്കും? ഇതൊന്നുകിൽ എനിക്കുള്ള ശിക്ഷയായിരിക്കും, എന്നെ ഞാൻ ചെയ്ത തിന്മയിൽ എൻ്റെ റബ്ബ് പിടികൂടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ. അങ്ങനെ സ്വന്തം നഫ്സിന്റെ വിഷയത്തിൽ പേടിച്ചുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്? ഓടുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് ബാക്കി അർത്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യാ മൂസ, അങ്ങനെ ഓടിപ്പോകുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു വിളിക്കുകയാണ്. യാ മൂസ, എന്താണ്? ഏ മൂസ, ലാ തഖഫ്, നീ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ഇന്നി, നിശ്ചയമായും, ലാ യഖാഫു ലദയ്യ, നമ്മുടെ അടുക്കൽ ഭയപ്പെടുകയില്ല തന്നെ, അൽ മുർസലൂൻ, ആര്? മുർസലുകളായ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർ. അപ്പോൾ ഇതിന് 3 രീതിയിലുള്ള അർത്ഥങ്ങളാണ് പണ്ഡിതന്മാർ നൽകിയത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഇല്ലാമൻ വലമ, ഒരുത്തനൊഴികെ, ഇല്ലാമൻ, ഒരുത്തനൊഴികെ, വലമ, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടോ സുമ്മ ബദ്ദല, പിന്നീട് അവൻ പകരം ചെയ്തു, ഹുസ്നൻ, എന്ത്? നന്മയെ. അപ്പൊ തിന്മ ചെയ്തതിന് ശേഷം ഒരാൾ നന്മ ചെയ്തു. ബഅദ സൂഇൻ, ആ തിന്മയ്ക്ക് ശേഷം. മീനിങ് മനസ്സിലാവുണ്ടോ? കൺഫ്യൂഷൻ അല്ല, എപ്പോൾ ചോദിക്കണേ. ഓക്കെ. ഫഇന്നി, നിശ്ചയമായും അങ്ങനെ ഒരാൾ തിന്മ സംഭവിച്ചതിന് ശേഷം നന്മ പകരം കൊണ്ടുവന്നാൽ ഗഫൂറുർ റഹീം, ഞാൻ ആരായിരിക്കും? ഗഫൂറാണ്, റഹീമാണ്, പാവം പൊറുക്കുന്നവനുമാണ്, അതിനുശേഷം അവർക്ക് നന്മകൾ നൽകുന്ന കാരുണ്യവാനുമാണ്. ശരി. അപ്പൊ ഈ 2 ആയത്തിനെയും കൂട്ടിവെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രവാചകന്മാർ ഭയപ്പെടേണ്ടതില്ല, തിന്മ ചെയ്ത മറ്റു സാധാരണ മനുഷ്യർ ഒഴികെ. ക്ലിയർ ആവുണ്ടോ? ഒരർത്ഥം. ഇനി ആ തിന്മ ചെയ്ത സാധാരണക്കാർ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവരും പിന്നെന്ത് ചെയ്യേണ്ടതില്ല? അള്ളാഹുവിന്റെ അടുക്കൽ ഭയപ്പെടേണ്ടതില്ല. ഒന്നത്. രണ്ടാമത്തത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹു പറയുകയാണ്, ലാ തഖഫ് ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, പ്രവാചകന്മാർ എൻ്റെ അടുക്കൽ പേടിക്കപ്പെടുകയില്ല. എന്ന് വെച്ചാൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ ഈ സംസാരം നടക്കുമ്പോൾ? മൂസാ നബി മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂസ അലൈഹിസ്സലാം, നീ പ്രവാചകനാണ്, ഓക്കെ, നീ പേടിക്കേണ്ടതില്ല. എന്നാൽ തെറ്റുപറ്റിയ ആളുകൾ തന്നെ പശ്ചാത്തപിച്ചവരുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ടതില്ല? പേടിക്കേണ്ടതില്ല. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നീ പ്രവാചകനാണെന്നും ഇനി ജനങ്ങളിൽ നിന്ന് തെറ്റുപറ്റി നിന്റെ മാർഗം പിന്തുടരുന്നവരുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ടതില്ല? എന്നെ പേടിക്കേണ്ടതില്ല എന്നുള്ള മീനിങ്. ഇനി മൂന്നാമത്തെ ഒരു മീനിങ് ആണ് കൂടുതൽ പ്രബലമായി പറയപ്പെടുന്നത്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഈ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്ത ശേഷം നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞതിന്റെ ശേഷം അടുത്ത മുഅ്ജിസത്ത് എന്താണ്? കൈവെള്ളയിൽ പ്രകാശം വരുന്നതാ. അതിനു മുമ്പായിക്കൊണ്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന വാചകമാണെന്ത്? ഒരാൾ തിന്മ ചെയ്ത് പിന്നീട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. അഥവാ മൂസ, നീ തിന്മ ചെയ്തതിന് ശേഷം, നിന്റെ കൈകൊണ്ട് ഒരാളെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം നീ പാശ്ചാത്തപിച്ചവനായിരുന്നു. ആ പാശ്ചാത്താപം ഞാൻ സ്വീകരിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് നീ നന്മ ചെയ്തു. കാരണം 10 വർഷത്തോളം അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത കാര്യമൊക്കെ ഉമർ ഉസ്താദ് നമ്മളോട് പറഞ്ഞിരുന്നു, അല്ലേ? അതായത് അദ്ദേഹത്തിന് ചെയ്തു പോയ തെറ്റിൽ എത്രത്തോളം സങ്കടമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയും സമയത്തെ ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ സൃഷ്ടാവിലേക്കുള്ള പാശ്ചാത്താപം കൊണ്ട് മറ്റുള്ള ഹയവിയായ ആക്റ്റീവായ പ്രവർത്തനങ്ങളൊക്കെ എന്തായിപ്പോയി?
നിലച്ചുപോയി. മാനസികമായി അയാൾ എന്താണ്? വിഷമത്തിലാ. ആ അങ്ങനെ നിന്റെ പാശ്ചാത്താപത്തെ നാം സ്വീകരിക്കുകയും നിനക്ക് പുറത്തു നൽകുകയോ നിങ്ങളെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുകയോ ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ 3 രീതിയിലുള്ള അർത്ഥം പറഞ്ഞു നോക്കിയാൽ മൂന്നും ശരിയാണ്. പക്ഷേ കൂടുതൽ ആപ്റ്റായി വരുന്നത് ഏതാണ്? ആ അപ്പൊ നമുക്ക് 2 കാര്യം മനസ്സിലായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ പിന്തിരിഞ്ഞ് ഓടാനുള്ള ഒന്നാമത്തെ കാരണം ആ ചെയ്ത തെറ്റിനാൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത്. രണ്ടാമത്തത് ഒരുപക്ഷെ ആ പാമ്പിനെ കണ്ടതുകൊണ്ടുള്ള ഭയമായിരിക്കാം. മൂന്നാമത്തത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ്, ലോകത്തിന്റെ സൃഷ്ടാവാണ് ഞാനെന്നു പറഞ്ഞ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് തനിക്ക് താങ്ങാൻ സാധിക്കാത്ത ഭാരിച്ച വല്ല പ്രവർത്തനവും എനിക്ക് ലഭിക്കുമോ എന്നുള്ള പേടിയും കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുന്ന ഏത് പ്രവാചകന്മാർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ആരംഭം തുടങ്ങുന്നത്. ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പേടിയിലൂടെയാണ് തുടക്കം ഉണ്ടായത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ആ ഒരു ജിബ്രീൽ വന്നുകൊണ്ട് എന്ത് ചെയ്യണേ? ഇറുക്കി പിടിക്കുകയാണ്. 3 തവണ ഇറുക്കി പിടിച്ചു. ആ 3 തവണ ഇങ്ങനെ ഇറുക്കി പിടിച്ച് ഇഖ്റ എന്ന് പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത്, ഞാൻ സ്വപ്നം കാണുന്നവനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മോഹാലസ്യം സംഭവിച്ചവനോ അല്ല, ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണെന്നും അത് ഗൗരവപ്പെട്ടതാണെന്നും കൃത്യമായി ആ പ്രവാചകന്മാരിലേക്ക് മനസ്സിലാകാൻ വേണ്ടി, ഉൾക്കൊള്ളാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്ത് ചെയ്യാണ്? ബോധ്യം വരികയാണ്. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അല്ലേ? പ്രവാചകനാണെന്ന് നിശ്ചയിച്ച് ഫിർഔനിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്തത്? എന്നാ ശരി, വടി ഏതായാലും കിട്ടിക്കിട്ടി, എന്നാ പോവല്ലേ എന്നറിയാണ്ട് പോയോ? ഇല്ല. അദ്ദേഹം അള്ളാഹുവിനോട് ഏകദേശം 4ഓളം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ മുത്താലബത്തൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ ഓട്ടത്തിൽ ഉത്തരവാദിത്ത ബോധം കൂടെ അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളതിനെ തെളിവാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ശരി, ഇനി പിന്നെ അടുത്ത മുഅ്ജിസത്ത് അദ്ദേഹത്തിന് നൽകപ്പെടുകയാണ്. വഅദ്ഖിൽ യദക, നമുക്ക് ആദ്യം ആയത്ത് 11-ാമത്തെയും 12-ാമത്തെ ആയത്ത് ഒന്നുകൂടെ ഒന്ന് ഓതി നോക്കാം ട്ടോ. ഓക്കെ. വഅദ്ഖിൽ യദക, നിന്റെ കൈ നീ എന്ത് ചെയ്യുക? അദ്ഖല യുദ്ഖിലു, എന്താണ്? പ്രവേശിപ്പിക്കുക. ഓക്കെ. ഫീ ജൈബിക, നിന്റെ ജൈബ് എന്നുള്ള എന്താ അർത്ഥം കൊടുത്തിക്കണേ? കുപ്പായം എന്നാ? പോക്കറ്റ് എന്നുണ്ടോ? കുപ്പായം. ആ നമ്മള് പൊതുവെ കേട്ട് ശീലിച്ചത് ഏതാണ്? എവിടെയാണ്? കക്ഷത്തിൽ എന്നുള്ള അർത്ഥം കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കേൾക്കാനുള്ള കാരണം? അതായത് ഇമാം സഅദി റഹിമഹുല്ല നൽകുന്ന വിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന് പോക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇടാൻ പറഞ്ഞു എന്നും, അതല്ല നീളൻ വസ്ത്രമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കക്ഷത്തിൽ ആയിക്കൊണ്ട് അങ്ങനെ വെച്ചു. അതായത് ജൈബ് എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടായിരുന്നാലും എന്തെങ്കിലും പ്രശ്നം അവിടെ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അങ്ങനെ നിന്റെ കക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നിന്റെ കുപ്പായത്തിന്റെ കീശയിലേക്ക് നീ എന്ത് ചെയ്യുക? നിന്റെ കൈ പ്രവേശിപ്പിക്കുക. എന്നിട്ട് തഹ്റുജ്, അത് പുറത്തു വരും. ഓക്കെ. തഹ്റുജു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖറജ യഹ്റുജു എന്ന് വെച്ചാൽ പുറത്തു വരുന്നു എന്നാണ്. ഓക്കെ. തഹ്റുജു, അതെന്ത് ചെയ്യും? പുറത്തേക്ക് വരുന്നു. ബൈളാ, വെളുത്തതായിക്കൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഈ അദ്ഖിൽ എന്ന് അള്ളാഹു കൽപ്പിച്ചു ആരോട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ കൈ ആരാ ഉള്ളിലേക്ക് ഇടുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ തഖ്റുജ് എന്നുള്ള ഫിഅലിന്റെ ആ പ്രവൃത്തി ചെയ്യുന്നത് കൈ സ്വന്തമാണ്. മീൻസ് ഖുർആന്റെ പ്രയോഗം അങ്ങനെ വരണേ. അപ്പൊ കൈ പുറത്തേക്ക് വരുന്നു. എങ്ങനെ? ബൈളാത, വെളുത്തതായിക്കൊണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആ ഭാഷാപരമായിട്ട് പോലും ആ പ്രവർത്തനത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വന്തമായി യാതൊരു അധികാരവും ഇല്ല എന്നെന്ത് ചെയ്യാണ് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഖുർആനിന്റെ ഭാഷ അത്രത്തോളം എന്താ പറയുക ഡീപ്പായിട്ട്
ആ മീനിങ്ങിനെ മാത്രം സെലക്ട് ചെയ്യുന്നതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ തഖ്റുജു ബൈളാ, ആ കൈ വെളുത്തതായി പുറത്തു വരും. മിൻ ഗൈരി സൂഇൻ, എന്താണ് അർത്ഥം പറയൂ. ഏ ഒരു ന്യൂനതകളോ ഒന്നും കുറവുകളൊന്നും ഇല്ലാതെ. ശരി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ പിന്നെ വൈറ്റ് കളറിലുള്ള ലൈറ്റുകൾ കടന്നു വന്നിട്ട് എത്ര കാലമായി? വളരെ കുറഞ്ഞ കാലമായിട്ടോ? അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഏതായിരുന്നു? നമ്മളെ മറ്റേ 90, 100, 120 വാട്ട് വരുന്ന നല്ല കിട്ടിലും ചൂടുള്ള ഇസ്തിരി പോലത്തെ ബൾബായിരുന്നു മഞ്ഞ കളറ്. ചില ആൾക്കാരുടെ മനസ്സിലേക്കൊക്കെ ആ ഒരു രംഗങ്ങൾ കടന്നു വരുന്നുണ്ടാവും. മാഷാ അല്ലാഹ്. അപ്പോൾ അതിനു മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മണ്ണെണ്ണ റാന്തലുകളെ. ഓക്കെ. ആ റാന്തലുകളുടെ പ്രകാശം ഏതാ? മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച്, ആ ഒരു കളറാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് ഏതാ? മഞ്ഞയാണോ വെള്ളയോ? ബൈളാ മിൻ ഗൈരി സൂഇൻ, ഒരു കുറവും വരാത്ത രീതിയിൽ കൊടുക്കൂ. അതിനെക്കുറിച്ച് പിന്നെ ഇമാം ബഗവി റഹിമഹുല്ലാഹ് കൊടുക്കുന്ന തഫ്സീറിൽ അത് തിളങ്ങുകയും കഅന്നഹാ ഖിത്അത്തും മിൻ ഖമർ, അതായത് പൂർണ്ണചന്ദ്രന്റെ ഒരു എന്താ പറയുക, പ്രകാശിച്ചു നിൽക്കുന്ന ഒരു ഭാഗം മുറിച്ചെടുത്ത പോലെ അത്രത്തോളം ഭംഗിയായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു അത്ഭുതം സാധാരണ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു മുഅ്ജിസത്തായിട്ട് കാണിക്കുമ്പോൾ, ചുവന്ന കളർ തന്നെ കാണിക്കുമ്പോൾ ആ കാണുന്ന ജനങ്ങൾക്ക് എന്തില്ല, ഒരു പുതിയ കാര്യം ചിന്തിക്കാറില്ല. ആദ്യമായി ഒരു വെളുത്ത പ്രകാശം കാണുന്ന ഒരു ജനത ആരാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളല്ലാഹു എത്ര അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നിൽക്കുന്ന റൂമിലും എല്ലാ സ്ഥലത്തും എന്ത് പ്രകാശമാണ്? വെള്ളപ്രകാശമാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ വെളുത്ത പ്രകാശത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇപ്പോൾ ഫിറഔന് മാത്രമല്ല, ആരൊക്കെ കേട്ടുകേൾവിയുണ്ട് അവരൊക്കെ എന്തിനു വരും? ഇതൊന്ന് കാണാൻ വരും. അതെന്താ സാധനം ഒന്ന് കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. അത്രയും അത്ഭുതകരമായ ഒരു അത്ഭുതമാണ്. നമ്മൾക്ക് ഇന്നത് കേൾക്കുമ്പോൾ അത്ര ഡീപ്പായിട്ട് തോന്നുന്നില്ലെങ്കിലും അന്നത്തെ ആളുകൾക്ക് അതാണ് പ്രവാചകൻ എന്ന് വിശ്വസിക്കാൻ വേറൊന്നും വേണ്ട. കാരണം അന്ന് അങ്ങനെ ഒരു സാധനം ഇല്ലേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അല്ലേ? ഇനിയോ ഈ പിന്നെ ഇതും കഴിഞ്ഞ് നമ്മളൊരു കാര്യം പറഞ്ഞു. ഈ പിന്നെ വടി ഫിർഔനിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിലത്തിടുമ്പോൾ അതെങ്ങനത്തെ പാമ്പാ ആയത്? തൽഖഫുമാ പിന്നെ ഫഇദാ ഹിയ തൽഖഫു മാ യഅ്ഫികൂൻ. സാഹിറന്മാരായ ആളുകൾ കൊണ്ടുവന്ന് നിലത്തിട്ട കയറുകളൊക്കെ എന്ത് ചെയ്യാണ്? ഈ പാമ്പ് പോയിട്ട് വിഴുങ്ങാണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ആ സുഅ്ബാൻ എന്നുള്ള പ്രയോഗത്തിൽ ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഫിർഔനിനും കൂട്ടർക്കും കണ്ടാൽ തന്നെ പേടിയാകുന്ന അതിഭീമാകാരമായ ഒരു പാമ്പാവുകയും നിമിഷ നേരം കൊണ്ട് ആ സാഹിറന്മാരിട്ട മുഴുവൻ കയറുകളെയും എന്ത് ചെയ്തു? പാമ്പ് വിഴുങ്ങുകയും ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാച്ചുറലി ആയിട്ടുള്ള ഒരു പാമ്പ് സ്വാഭാവികമായിട്ടും അത് പിന്നെ സസ്യംക്കാണോ? അല്ല, മാംസഭുക്കാണ്. അപ്പോൾ ഈ പാമ്പ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടിയായ പാമ്പ്, അത് പിന്നീട് കഴിക്കുന്നത് എന്താണ്? സാഹിറന്മാരിട്ട കയറിനെയാണ്. സാഹിറന്മാർക്കറിയാം അവരിട്ടത് എന്താണ്? കയറ് തന്നെയാണ്. അതൊരിക്കലും പാമ്പാവൂല. കാഴ്ച കൊണ്ട് അവർക്ക് അങ്ങനെ തോന്നിയാലും അതിന്റെ ഫിസിക് എന്താണ്? അതാണ്. ഒരു കാരണവശാലും ഇനിയിപ്പോ മൂസാ നബിയുടെ പാമ്പ് ഈ പാമ്പിനെ കടിച്ചാൽ പോലും വിഴുങ്ങാൻ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം നമ്മളൊരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചാൽ ചിലപ്പോൾ വടിക്കൊക്കെ പാമ്പ് കടിച്ച് തിരിഞ്ഞ് കൊത്തും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ മൂസാ നബിയുടെ പാമ്പ് കടിക്കാനൊന്നും നിന്നില്ല. എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. ഫഖറു സുജ്ജദൻ. അത് കണ്ടപാടെ സാഹിറന്മാർ എന്ത് ചെയ്തു? സുജൂദിൽ അങ്ങോട്ട് വീഴാണ്. അവര് സുജൂദിൽ വീണത് മൂസാ നബിക്കാണോ? അല്ല. മൂസാ നബിയെ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തിന്റെ സൃഷ്ടാവിൽ നിന്നുള്ള സന്ദേശം ഞങ്ങൾക്കതാ കൃത്യമായി വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലായി അവരങ്ങോട്ട് സുജൂദിൽ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്ന് വെച്ചാൽ അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകളിൽ, പ്രവാചകന്മാർക്ക് നൽകിയ മുഅ്ജിസത്തുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന, നിമിഷ നേരം കൊണ്ട് മനുഷ്യനെ സത്യം ബോധ്യപ്പെടുത്തുന്ന അത്ഭുതങ്ങളായിരുന്നു മൂസാ നബിക്ക് കൊടുത്തിരുന്നത്. ബനൂ ഇസ്രായേലുകാർക്ക് പ്രത്യേകിച്ചും നൽകിയിരുന്നത്. പക്ഷെ അവർ വിശ്വസിച്ചോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഹദീസിൽ പ്രവാചകൻ ബനൂ ഇസ്രായേലുകാരുടെ സ്വഭാവം എന്ന് പറഞ്ഞ് എന്തെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഒരു മരത്തെ തൊട്ട് ബറക്കത്തെടുക്കട്ടെ എന്ന് ചോദിച്ചിരുന്നു പ്രവാചകനോട്. പുതുതായിട്ട് വന്ന കുന്ന ഹദീഥീന ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. അപ്പോൾ ആ പുതിയതായി കടന്നു വന്ന ആളുകൾ ദാത്തു അൻവാത്ത്,
വാളിങ്ങനെ തൂക്കി വെക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ ഞങ്ങൾക്കൊരു താത്തന്മാർക്ക് തരുമെന്ന് വെച്ചപ്പോൾ റസൂൽ എന്താ പറയുക, "ല തത്തബിഅൻ നസൂനന മൻ കാന ഖബലക്കും." നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബനീ ഇസ്രായേലുകാരുടെ ആ പാത നിങ്ങൾ എന്ത് ചെയ്യും? പിന്തുടരും. എന്നതല്ലേ കൂടുതൽ നടക്കണേ. ബറക്കത്തെടുക്കുന്നതിമെന്നാ തുടങ്ങിയത് തന്നെ. ഈ വദ്ദും സുവാവും യഹൂസും യഹൂക്കുമായിട്ടുള്ള ബിംബാരാധനകളിലേക്ക് കടന്നു വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ബറക്കത്തെടുക്കല. എങ്ങനെ? പിശാച് പറഞ്ഞു അവരുടെ ബിംബം രൂപം ഉണ്ടാക്കി വെക്കുക, ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട്. നമ്മളെ പുതിയ തലമുറ വരുമ്പോൾ നാട്ടിലുണ്ടായിരുന്ന നല്ല ആളുകളൊക്കെ മറന്നു പോകും. അതുകൊണ്ട് ഓൾക്ക് ഓർമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഈ ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആളുകളൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ പുതിയ തലമുറയോട് ശൈത്താൻ വന്നിട്ട് എന്ത് പറഞ്ഞു? പണ്ട് കാലത്തെ മഹാന്മാരായ ആളുകളാണ്, ഇവരൊക്കെ ഒന്ന് ആദരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആദരിച്ചു. പിന്നെ ഒരു യാത്രകളൊക്കെ പോകുമ്പോഴും പിന്നെ ചില പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോഴും പിശാച് പറഞ്ഞു, നമ്മളെ നാട്ടിലെ പഴയ ബഹുമാനപ്പെട്ട ആളുകളാണ്, ഇവലൊക്കെ ഒന്ന് കണ്ട ഒരു ബറക്കത്തൊക്കെ എടുക്കുന്ന ഒരു പുണ്യമായ കാര്യമാണ്. അങ്ങനെ പോയി ബറക്കത്ത് എടുക്കൽ തുടങ്ങി. യാത്ര പോകുമ്പോൾ വെറുതെ ഒന്നുമില്ല ബിംബത്തിനടുത്ത് ഇടുന്ന യാത്ര പറഞ്ഞ് പോലും തുടങ്ങി. അങ്ങനെ പതിയെ 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 എന്ത് ചെയ്തു? അവർ ബിംബാരാധനയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബനൂ ഇസ്രായേലുകാരെ കോട്ട് ചെയ്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പറയാനുള്ളൊരു കാരണം നമ്മൾ ഇതാക്കണം. ഈ അടുത്ത ആയത്തിൽ വരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്, അതിലേക്ക് നമ്മൾ എത്തും. ഇനി ഫീ തിസ്രി ആയാത്തി, എത്ര അത്ഭുതങ്ങളാണ് അള്ളാഹു കൊടുത്തത് ബനൂ ഇസ്രായേലുകാർക്ക്? 9 ആയാത്തുകൾ. ഈ ഫീ തിസ്രി ആയാത്തിൻ എന്നുള്ളത് 9 ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ കയ്യും വടിയും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 9 ദൃഷ്ടാന്തങ്ങൾക്ക് പുറമേ ഈ കയ്യും വടിയും നിനക്ക് ദൃഷ്ടാന്തമായി നൽകിയിരിക്കുന്നു എന്നും അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് 9-ലധികം അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. 9 തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഇൻഷാ അല്ലാഹ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് അതിനെ സൂചിപ്പിക്കാം. ഒന്നെന്താണ്? അൽ ആസ, ഒന്ന് അദ്ദേഹത്തിന്റെ വടി. 2 അൽ യദ്, അദ്ദേഹത്തിന്റെ കൈ. മൂന്നാമത്തേത് അൽ റുഖദത്ത്, എന്താണ്? നാവിനുണ്ടായിരുന്ന കെട്ടിക്കൂട്, വിക്കുള്ള മനുഷ്യനായിരുന്നു. ആ വിക്ക് അള്ളാഹു എന്ത് ചെയ്തു? ഫഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, അള്ളാഹു വിക്ക് മാറ്റി കൊടുത്തു. ഇനിയോ അതേപോലെ തന്നെ അദ്ദേഹത്തിന് കടലിനെ അള്ളാഹു എന്ത് ചെയ്തു? ഫൽഖുൽ ബഹർ, പുലർത്തി കൊടുത്തു ബനീ ഇസ്രായേലുകാർക്ക് കടന്നു പോകാൻ വേണ്ടി. 4 അഞ്ചാമത്തത് തൂഫാൻ, ഒരു മഹാ വെള്ളപ്പൊക്കം എന്ത് ചെയ്തു? ആ പിന്നെ സമുദായത്തെ ബാധിക്കഴിഞ്ഞു. ആറാമത്തത് അൽ ജറാദ്, വെട്ടുകിളികൾ അവിടെ നിറഞ്ഞ് അവരുടെ മുഴുവൻ എന്താ പറയുക ഫലവൃക്ഷങ്ങളും ഒക്കെ കൃഷികളൊക്കെ നശിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ കുമ്മല, പേന കൊണ്ട് എന്ത് ചെയ്തു? അവര് പരീക്ഷിക്കപ്പെട്ടു. പിന്നെ ഹല്ലഫാദിയ, ഒരു അസുഖം പകർത്തുന്ന തരത്തിലുള്ള ഒരു ചുറിയൻ തവള ആ നാട് മുഴുവൻ എന്ത് ചെയ്തു? നിറഞ്ഞു. എവിടെ നോക്കിയാലും തവള. ഈവൻ മൂടി വെച്ച പാത്രം തുറന്നാൽ പോലും അതിനകത്ത് എന്താ വരണേ? തവള. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് പോലും അവർക്ക് അറിയില്ല. വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. പിന്നെ ദം, യൂഫ്രട്ടീസ് നദി മുഴുവൻ എന്തായി? രക്തമായി. അവസാനം അവരുടെ ദൈവത്തിന്റെ മുകളിൽ അവർ എന്താ പറയുക, എന്താ നമ്മൾ പാനപാൽ, അങ്ങനെ എന്തോ ഒരു ജലാഭിഷേകത്തിന് ഉപയോഗിക്കുന്ന ആ വെള്ളം പോലും എന്ന് വെച്ചാൽ ഈ നദിയുമായി ടച്ച് ചെയ്യാത്ത വെള്ളം പോലും എന്തായി? ബ്ലഡായി മാറുകയുണ്ടായി. ഇങ്ങനെ 9 എണ്ണി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ 9 തന്നെയും ഈ കൈയും വടിയും മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറമെ അദ്ദേഹത്തിന്റെ ജന്മവും അതേപോലെ തന്നെ 40ഓളം വർഷം ബനീ ഇസ്രായേലുകാർ എന്ത് ചെയ്തു? മരുഭൂമിയിൽ ചുറ്റി നടക്കപ്പെട്ടിട്ടുണ്ട്. അതിനെയും എണ്ണിയ ആളുകളുണ്ട്. എന്ന് വെച്ചാൽ 9-ലധികമുണ്ട്. 2 അതിന്റെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും നമ്മൾക്കുള്ള ഗുണപാഠം എന്താണ്? ബനീ ഇസ്രായേലുകാർ അതിനെ ഒന്നും കണ്ടിട്ടും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തുറവിയുള്ള ഹൃദയം നമുക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇലാ ഫിർഔന വഖൗമിഹി, ഇതെല്ലാം ഈ 9 ദൃഷ്ടാന്തങ്ങളും ഇതല്ലാത്തതുമെല്ലാം ആർക്കുള്ളതാണ്? ഇലാ ഫിർഔൻ, ഫിർഔനിനുള്ളതാണ്. വഖൗമിഹി, ഫിർഔനിന്റെ സമുദായക്കാർക്കും ഉള്ളതാണ്. ശരി, അപ്പൊ ഒരു ചോദ്യം, ഈ ഫിർഔനിൻ മൂസാ നബിക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകൾ മുഴുവനും ആ കാലഘട്ടത്തിന് മാത്രമായി ഒതുക്കപ്പെട്ടു. ഓക്കെ, ഹലാസ്. പക്ഷെ പ്രവാചകന് നൽകിയ ഏതെങ്കിലും മുഅ്ജിസത്തിനെ കുറിച്ച് ഇങ്ങനൊരു എന്താ പറയുക, ഒരു ബൗണ്ടറി വെച്ചുകൊണ്ട് ഒരു പ്രയോഗം ഖുർആൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഖുർആനെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ ലോകാവസാനം വരെയുള്ള എല്ലാവർക്കുമുള്ള ദൃഷ്ടാന്തം എന്തിലുണ്ട്? ഖുർആനിലുണ്ട്. പറഞ്ഞതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പൾസാർ നക്ഷത്രത്തെക്കുറിച്ച് പോയി അന്വേഷിച്ചിരുന്നോ? നമ്മളൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പൾസാർ ന്യൂട്രോൺ നക്ഷത്രം, അതിൻ്റെ പ്രത്യേകത ഇല്ല. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അത് ഒരു പോയിന്റ് മാത്രമാണ്. അത്തരത്തിലുള്ള 300-ലധികം ഇനി ബാക്കിയാണ്, ഇനിയും കണ്ടെത്താൻ ബാക്കിയാണ്. എന്ന് വെച്ചാൽ
ഖുർആനാണ് പ്രവാചകന് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്നുള്ളതിന്റെ പ്രത്യേകമായ എന്താ പറയാ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ ആയത്തുകളും നമ്മൾ മനസ്സിലാക്കിയതല്ലാത്ത ചില ഭൂമിയിലെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളെ മനുഷ്യൻ ഒന്നിച്ച് തിരിച്ചറിയാൻ എന്തായിട്ടില്ല, അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. ഖുർആൻ പ്രവാചകന് പോലും ഇറക്കപ്പെട്ടത് എങ്ങനെയാണ്? ഘട്ടം ഘട്ടങ്ങളായിട്ടാ. ലിനുസബ്ബിത ബിഹി ഫുആദക്, നിന്റെ മനസ്സിൽ അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. ഇനിയോ കുറച്ചുകൂടെ മുന്നോട്ട് നോക്കിയാൽ നമ്മുടെ കാലഘട്ടത്ത് പോലും ഒരുപാട് വസ്തുതകൾ ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകൾ ഇനിയും മനസ്സിലാക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ഈ മനസ്സിലാക്കൽ തീരോ? ഇല്ല. അത് എതുവരെ തുടരും? ഖുർആൻ അവസാനമായി ഉയർത്തപ്പെടുന്ന നാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കൊടുത്ത ആ സമുദായത്തിന് മാത്രമാക്കി ഒതുക്കിയ മോചിതത്തിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കട്ടോ. അള്ളാഹ് ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയാണ്, ഇന്നഹു, നിശ്ചയമായും അവർ, കാനു, അവർ ആയിരുന്നു, ഖൗമൻ ഫാസിഖീൻ, എങ്ങനെയുള്ളവർ? തെമ്മാടികളായ അല്ലേ? എന്താ നിങ്ങളെ ഇതിൽ എന്താ അർത്ഥം എടുത്ത്? തോന്നിവാസി. ഈ തോന്നിവാസി എന്നുള്ള വാക്കേടുന്നുണ്ടായത്? തോന്നിയത് ചെയ്യുന്നവനല്ല, തോന്നിയതിൽ വസിക്കുന്നവനാ. അതിന് ഓനെ പറിച്ചു മാറ്റാൻ എന്ത് ചെയ്യൂല, സാധിക്കൂല. അതിന് ഓൻ തയ്യാറാവില്ല. ഓൻ വിചാരിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, അതിൽ മാറാൻ പറ്റുള്ളൂ. അവർക്ക് തോന്നിയത് എന്താണോ അതിനെ മുറുകെ പിടിച്ച് അതിലിങ്ങനെ ഉറച്ചു നിന്ന ആളുകൾ. ഇപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ഞാനിപ്പോ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ വന്നു. അപ്പോൾ ഒരാളൊരു സംശയം ചോദിച്ചാ, ഒരാൾ ഭയങ്കര ഫയറായിട്ട് ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഞാൻ തെളിയിച്ചു തരാം, ഇങ്ങനെ ഒരു അമലുണ്ട് എന്ന് നിങ്ങളൊന്ന് സമ്മതിക്കണം, പ്രവാചകന്റെ സുന്നത്തിനെ കളിയാക്കുകയാണോ, ഇതിലുള്ള അമലുകൾ ഒഴിവാക്കണം എന്ന് ഭയങ്കര ഫയർ. ഞാൻ ഈ വോയിസ് ഫുള്ള് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് വെച്ച്. പറയാം ഇതിന് മറുപടി കൊടുക്കണമെന്നാ. ഞാൻ ചോദിച്ചു ഈ സഹിയാണ് മറ്റാണ് മറിച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ വിഷയമല്ലാതെ ഇപ്പോൾ നമ്മൾ എന്താ മറുപടി കൊടുക്കുക വെച്ച്. അന്നപ്പോഴാണ് വീഡിയോ വരുന്നത്. അതായത് പിന്നെ നമ്മുടെ പ്രമുഖരായ 3 പ്രാസംഗികരുടെ ഫോട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് ബില്ലാദനൊക്കെ വെട്ടിയ മാതിരി ഇങ്ങനെ ചുവപ്പ് 3 വെട്ടൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒരു ചങ്ങായി ഇങ്ങനെ പറയാണ്, പിന്നെ ഷഅബാൻ 15 രാവിലുള്ള ആ ബറാഹത്ത് നോമ്പിനെ കുറിച്ച് ഹദീസുകളിൽ പ്രസ്താവിച്ചതിനെ പച്ചക്ക് നിഷേധിക്കുവാൻ, ആ ഹദീസില്ലെന്ന് പറയുവാൻ എന്നൊക്കെ പറയുന്നത്. ടോണൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ആ ടോണിൽ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസീഹത്തിന്റെ ഭാഷയും കളിയാക്കലിന്റെ ഭാഷയും തോന്നിവാസത്തിന്റെ ഭാഷയും 3ആണ്. തോന്നിവാസം നമ്മൾ മറ്റേ തെറിയായിട്ട് പോരുത് കേട്ടോ. ഈ ഞാൻ പറഞ്ഞ ആശയത്തേക്ക് വരണേ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഈ 3ന് ഭാഷ വ്യത്യസ്തമാണ്. എന്നിട്ടോ ഈ വീഡിയോ മുഴുവനും ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയണെന്നറിയും, ഇബ്നു മാജയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ശഅബാൻ 15 അന്ന് രാത്രിയിൽ പ്രത്യേകമായി ഖുർആൻ പാരായണം ചെയ്യാനും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുവാനും പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഇതിന് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് അടുത്ത ഡയലോഗ് എന്താ അറിയോ? ഇതിനെക്കുറിച്ച് ഇത് ദഈഫാണെങ്കിൽ കൂടിയും ഫളായിലുൽ അഅ്മാലിന്റെ വിഷയത്തിൽ അമൽ ചെയ്യാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ലോക്കൽ പണ്ഡിതന്മാരല്ല. എന്നിട്ട് ഇങ്ങനെ കുറേ പണ്ഡിതന്മാരെ പേരെണ്ണി പറയാ. ഈ സുഹൃത്ത് തന്നെ പറഞ്ഞെന്താ, ഈ ഹദീസ് ദഈഫാണെങ്കിൽ കൂടിയും ഫളായിലുൽ അഅ്മാൽ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഒരു ഒരു ഏഹ് ഈ വിഷയത്തിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിന്റെ പകുതി പോരെ ഈ ഹദീസ് ദഈഫാണെന്നും ഇതിൽ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഈ വിഷയത്തിൽ ഇബ്നു മാജയിൽ മാത്രമല്ല വേറെ 3 ഹദീസുണ്ട്. ഈ 3 ഹദീസും ദഈഫാണ്. ഒന്നാമത്തെ ഹദീസിൽ പ്രവാചകന്റെ പേരിൽ കള്ള ഹദീസ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. രണ്ടാമത്തതിൽ മുദല്ലിസ്, ഹദീസിൽ സ്വന്തമായി സംസാരം കടത്തിക്കൂട്ടുന്ന ആളുണ്ട്. മൂന്നാമത്തതിൽ മജ്ഹൂൽ, അറിയപ്പെടാത്ത ഒരാളുണ്ട്. ഞാൻ ചോദിച്ചു 3 സനത് ഉണ്ടായിട്ട് കൂടി അമൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രവർത്തനത്തിന്റെ പേരിൽ 3 പണ്ഡിതന്മാരെ കുറ്റം ചാർത്തി വേറെ കുറെ മദ്ഹ് പേരുകളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാണ് പ്രവാചകന്റെ സുന്നത്തിനെ വക്രീകരിക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചു. വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്താ പറയാ, എനിക്കിഷ്ടമുണ്ടോ അത് ദീനാണ്, അതങ്ങനെ തന്നെ, അതിലൊരു മാറ്റമില്ല. അപ്പോൾ സ്വഹീഹായ ഹദീസാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ അത് ദീനാണ്. കൂട്ടരെ, നമ്മൾ വിശാല മനസ്കതയോടുകൂടെ ലോകത്തെ കാണേണ്ടത്, ഇതിനെ പഠിക്കേണ്ട ഒരു സമയം വന്നെത്തിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബുദ്ധിയെ ആരെ കയ്യിലാണ് നമ്മൾ പണയം വെച്ചിങ്ങേണ്ട, അവര് പറയുന്നുണ്ടോ നമ്മൾ നോക്കി. ഈ കാലഘട്ടത്ത് ഒരു ഹദീസ് സ്വഹീഹാണോ, അത് അമല് ചെയ്യേണ്ടതാണോ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂ. എന്നാലും ഞാൻ ആലോചിക്കാറ്, ഈ ആധുനിക കാലഘട്ടത്ത് ജനങ്ങൾ പെരുക്കുമ്പോൾ ദഅവത്തിന്റെ മേഖലകൾ ഒരു പക്ഷേ അവരിലേക്ക് എത്തിപ്പെടാൻ പ്രയാസം. പക്ഷേ ഓരോ വ്യക്തിക്കും സ്വന്തമായി ആ മേഖലയിലേക്ക് അന്വേഷിച്ചു പോകാനുള്ള തുറുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹ് തുറന്നു വെച്ചിട്ടുണ്ട്.
ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫേസ്ബുക്ക് ഉണ്ടാവാൻ കാരണവും യൂട്യൂബ് ഉണ്ടാവാൻ കാരണവും ട്വിറ്റർ ഉണ്ടാവാൻ കാരണം ഇതൊക്കെ അള്ളാന്റെ ഒരു ഹിക്മത്താണ്. ഇതിലൂടെയൊക്കെ ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നതാണ്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞില്ലേ മനുഷ്യ എന്താണ് സൂറത്തുൽ ഇൻസാനിൽ എന്താ പറഞ്ഞത്? പിന്നെ അവന് നാം സന്മാർഗം കാണിച്ചു കൊടുക്കും ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ. ഒന്നെങ്കിൽ എന്ത് ചെയ്യും? ആ നിഅമത്തിനെ അവൻ നന്നായി ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിനെ തിന്മയിലേക്ക് ഉപയോഗിക്കും. ശരിയാണ്, സൈബർ നെറ്റ്വർക്കുകൾ ഒരുപാട് മോശത്തരങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനെ നന്മകൾ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മീൻസ് ഒരു ചിന്ത പറയാട്ടോ നിങ്ങളോട്. പിന്നെ നമ്മൾ എന്താ പറയാ ഒരു അക്കലാനീയത്തിലേക്ക് പോവല്ല. അതായത് ലോകത്തിൽ അള്ളാഹു ഏതൊരു അനുഗ്രഹം നൽകുന്നുണ്ടോ ആ അനുഗ്രഹം അനുഗ്രഹമാകുന്നത് എപ്പോഴാ? അതിനെ നന്മയിലേക്ക് ഉപയോഗിക്കുമ്പോഴോ, അതിന് നന്ദി കാണിക്കുമ്പോഴോ, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുക്കം കാണിക്കുമ്പോഴോ മാത്രമാണ്. അപ്പോൾ പിന്നെ വിഷയങ്ങളെ പഠിക്കുമ്പോൾ തുറന്ന മനസ്സ്, ഹദീസുകളെ സ്വീകരിക്കുമ്പോൾ നസീഹത്തിൻ്റെ ഭാഷ, അതേപോലെ തന്നെ സത്യത്തെ അന്വേഷിക്കുമ്പോൾ ഞാനിത് സത്യമാണ് അറിയുന്നതെന്ന് ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ആ തിന്മയിൽ നിന്ന് തടയാനും ആയിരിക്കണം. മറ്റുള്ളവരെ നന്മയിൽ നിന്ന് തടയാൻ പാടില്ല. വയംനഊനൽ മാഊൻ എന്നുള്ള ആയത്തിന്റെ ആ അർത്ഥം കൊണ്ട് മനസ്സിലാക്കിയാലല്ലോ ചിലപ്പോൾ നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ചു. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്തു എന്നല്ല, മറ്റൊരാൾക്കുള്ള നന്മയെ നമ്മൾ തടയുന്നത് പോലും എന്താണ്? തെറ്റാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വക്താക്കളാക്കി അതിന്റെ വാതിലുകൾ തുറന്നു നൽകുന്ന ആളുകൾ നാം ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് വരാം. ഇതാണ് ഈ ഇതുവരെ പറഞ്ഞ വിഷയങ്ങളുടെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം. ഫലമ്മാ ജാഅഹും. അങ്ങനെ ഈ കുറേ സംഭവങ്ങൾ ഖുർആനിൽ സ്കിപ്പ് ചെയ്യാട്ടോ. മറ്റുള്ള സൂറത്തുകളെ പോലെ നമ്മൾ പറഞ്ഞു കഥകൾ ഫുള്ളായിട്ട് പറയുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഏതൊക്കെ വിഷയങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മൂജിസായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് എസൻസ് മാത്രം നൽകുന്ന ഒരു സൂറത്താണ്. അപ്പോൾ ഫലമ്മ ജാഅത്തുഹും, അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ഈ 9ഓളം ദൃഷ്ടാന്തങ്ങളും അതിൻ്റെ പുറമെയുള്ളതുമായി ആ ബനു ഇസ്രായേലുകാരെ സമീപിച്ചപ്പോൾ ആയാതുന, അങ്ങനെ അവർക്ക് വന്നെത്തി ജാഅത്തുഹും ആയാതുന, എന്ത്? ദൃഷ്ടാന്തങ്ങൾ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾക്ക് മൂസ അലൈഹി സ്വലാം ആരാണെന്ന് അറിയണ്ടാവില്ല. ഏയ് മൂസ അലൈഹി സ്വലാം ആരാണ്, ഹാറൂൻ ആരാണ്, അതേപോലെ തന്നെ ഇവരെ കൊണ്ടുവന്ന സംഗതികൾ എന്താണ്, ഇതൊന്നും അറിയണ്ടാവില്ല. പക്ഷേ ഈ മൂസ അലൈഹി സ്വലാം കൊണ്ടുവന്ന മോഴ്ജിസത്ത് മാത്രം കേട്ടവരുണ്ടാവില്ലേ? ആ സംഭവങ്ങൾക്ക് മാത്രം സാക്ഷിയായ ആളുകൾ ഉണ്ടാവില്ലേ? ഓക്കെ, ഒരു പോയിന്റ് ആക്കി അവിടെ വെക്കട്ടു. അങ്ങനെ ഇവിടെ ഈ ആയത്തിൽ ജാഅത്തുഹും എന്ന് പറഞ്ഞാൽ വന്നു, ആ പ്രവൃത്തി ചെയ്തതാരാ? ആയാതുന, ആരാ ചെയ്തത്? ദൃഷ്ടാന്തങ്ങളാണ് ചെയ്തത്. അപ്പോ ഞാനൊരു പക്ഷേ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു പ്രാസംഗികരും വന്ന് ക്ലാസ് എടുത്ത് തന്നിട്ടില്ലെങ്കിലും എനിക്ക് എന്ത് വരും? ചില ദൃഷ്ടാന്തങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരും. എന്നെ വന്ന് ചിന്തിപ്പിക്കും. ഇതിനെന്തോ ഉണ്ടല്ലോ, ഇതിന്റെ പിന്നിൽ എവിടെയോ ഉണ്ടല്ലോ, ഇതിലെന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, ഇതിനെന്തോ ഒരു അത്ഭുതം ഉണ്ടല്ലോ. ആ ചിന്തകൾ എന്ത് ചെയ്യണം? മനുഷ്യനെ കൊണ്ടുപോകണം എങ്ങോട്ട്? അവന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ആ ആയാത്തുകൾ വന്നെത്തിയപ്പോൾ മുബ്സിറത്തൻ, അതിന്റെ മീനിങ് എന്താ? എങ്ങനെ? കണ്ണ് തുറപ്പിക്കുന്നതായ, കാണത്തക്ക വിധി. ഇതന്നെയാണ് ഖുർആനിനെ കുറിച്ചും പറയാനുള്ളത്. കണ്ണു തുറപ്പിക്കുന്ന വാസ്തവമായ വാചകങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറയുന്ന ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരാളും പറഞ്ഞു തരാനില്ലെങ്കിലും ഒരാളും വലിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ആ ഖുർആനിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പഠിക്കാൻ ഏതു മനുഷ്യനും ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? സാധിക്കും. അപ്പോ അള്ളാഹിന്റെ മുമ്പിൽ ചില ആൾക്കാർ ചോദിക്കൂ, ഈ നിങ്ങളെ പ്രസംഗവും നിങ്ങളെ ക്ലാസ്സും ഇതൊന്നും കേൾക്കാത്ത അല്ലെങ്കിൽ ഖുർആനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ അള്ളാഹിന്റെ അടുത്ത് എങ്ങനെയാ ഇപ്പൊ കഴിച്ചില്ല ഓല് നരകത്തിക്ക? ചോദ്യത്തിന് വാസ്തവം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ആ ചോദ്യത്തിന് ഒരു പരിധി വരെ വാസ്തവം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. എന്ന് വെച്ചാൽ നമ്മൾ സത്യത്തെ ഉൾക്കൊള്ളാനല്ല നിഷേധിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ശ്രമിക്കുക എന്നുള്ളത്. ആ രീതിയിലുള്ള മനസ്സിനെ നമ്മൾ മാറ്റിവെക്കണം. അത് മാറ്റിവെക്കണമെങ്കിൽ കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ സമുദായത്തിന് മുബസ്സിറത്തായിക്കൊണ്ടുള്ള ആയാത്തുകൾ വന്നെത്തിയപ്പോൾ ഖാലൂ, ഇവര് പറഞ്ഞു ഹാദാ സിഹ്റും മുബീൻ, ഇതെന്താണ്?
മനസ്സ് മയക്കുന്ന ഒരു ജാലവിദ്യ തന്നെയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. ഇനി ഞാൻ നിങ്ങളെ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തോട്ട് തരാം ട്ടോ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. പ്രബോധകർ വന്നിട്ടില്ലെങ്കിലും ആളുകളിലേക്ക് എന്ത് വന്നെത്തും? ദൃഷ്ടാന്തങ്ങൾ വന്നെത്തും. ആ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യേണ്ട ആരെ കടമയാണ്? ആ മനുഷ്യരുടെ കടമയാ. ശരി. ഇനി ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖുർആനിൽ തേനീച്ചയെക്കുറിച്ച് അള്ളാഹു പ്രസ്താവിക്കുന്നുണ്ട്. അല്ലേ? സൂറത്തുൻ നഹലിൽ തേനീച്ചയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഈ തേനീച്ചയെക്കുറിച്ച് പ്രസ്താവിച്ച ഓരോ വാചകത്തിനും അതിന്റെ ഓരോ വെർബിനും നൗണിനും വരെ എന്തുണ്ട്? ഹിക്മത്തുണ്ട്. ഖുർആൻ പറഞ്ഞു അനിത്തഖിദി ബുയൂതൻ, നീ എന്ത് ചെയ്യണം? വീട് നിർമ്മിക്കണം. ആ ഇത്തഹദ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നൊക്കെയുള്ള ആശയത്തിലേക്ക് പോവാം. ഇത്തഹദ എന്ന് പറഞ്ഞാൽ ഹുവ, അവൻ എന്ന. ഓക്കെ. ഇത്തഹിദി എന്ന് പറഞ്ഞാലോ പെണ്ണിനോടാണ്, നീ ഉണ്ടാകണം. അപ്പോൾ ഇന്നത്തെ പുതിയ പഠനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്താ? കൂട് നിർമ്മിക്കുന്നത് പെൺ തേനീച്ചകളാണ്. അതേപോലെ തന്നെ പിന്നെ തേന് പിന്നെ സംഭരിക്കുവാനുള്ള ഡ്യൂട്ടി, അതും ഖുർആന്റെ പ്രയോഗം ഏതാണ്? പെൺ തേനീച്ചയെ തന്നെയാണ്. ഇനി കൂട് സംരക്ഷിക്കുന്ന പ്രവർത്തനം, അവിടെ ഏത് സിയയാണ്? പുരുഷനോടുള്ള സിയയാണ്. ആൺ തേനീച്ചകളാണ് എന്ത് ചെയ്യണത്? കൂടിനെ സംരക്ഷണം ഒരുക്കുന്നത്. ഇനി ഈ പിന്നെ ഖുർആൻ തേനീച്ചയോട് പിന്നെ തേനുള്ള ഭാഗത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു പ്രയോഗമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ആ ഡീറ്റെയിലിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ചയുടെ പാറ്റേൺ, അത് പറക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ വളഞ്ഞ് കെർവായിട്ട് അത് പറക്കൂല. സ്ട്രൈറ്റ് അപ്പ് ഡൗണ് ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു പൂവുണ്ടെങ്കിൽ നേരെ പോയിട്ട് പൊന്തി ഇങ്ങനെ, ഇതാണ് അതിൻ്റെ രീതി, യാത്ര ചെയ്യുന്ന രീതി. ആ രീതി കൃത്യമായി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കൂട്ടുകാർക്ക് സംവേദനം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്ട്രൈറ്റ് ആയിട്ടുള്ള യാത്ര പോലും ഖുർആനിന്റെ പദവുമായി എന്താണ്? 100% ആപ്റ്റാണ്. കൂട്ടരെ, ഞാൻ പറയുന്ന വാചകം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സിസ്റ്റവും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പ്രസ്താവിച്ചുവോ അതിന് 100% മുത്താബിഖാണ്, യോജിച്ചതാണ്. ആകെ ആ സിസ്റ്റത്തിൽ നിന്ന് മാറ്റമുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രം. ആ മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളോടും ഈ ആകാശത്തോടും ഭൂമിയോടും മലക്കുകളോടും ഒക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം നൽകാം. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ കണ്ടെത്തി എന്നെ ആരാധിക്കുക, എനിക്ക് മാത്രം കീഴൊതുങ്ങുക. എങ്കിൽ നിശ്ചിത സമയത്തിന് ശേഷം നിങ്ങൾക്ക് സ്വതന്ത്രമായി ആരാധനകളില്ലാതെ സ്വതന്ത്രമായി ആസ്വദിക്കാനുള്ള ഒരു അവസരം ഞാൻ നൽകാമെന്നുള്ള വാഗ്ദാനം ചെയ്തപ്പോൾ ആ ഓഫർ തിരഞ്ഞെടുക്കാൻ ഒരാളും, ഒരു സൃഷ്ടി പോലും ആകാശവും ഭൂമിയും ജീവജാലങ്ങളും എല്ലാം വിസമ്മതിച്ചപ്പോ ഫഹമലഹൽ ഇൻസാൻ, ഞാനുകളും അത് ഏറ്റെടുത്ത ആൾക്കാരാ. ഏത് 60 കൊല്ലം സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിച്ച് ഞാൻ ജീവിച്ചാൽ അബദ്ധമായിക്കൊണ്ടുള്ള എന്താ പറയുക, അന്ത്യമില്ലാത്തൊരു കാലഘട്ടത്തോളം നീ നൽകാൻ എന്ന് വാഗ്ദാനം ചെയ്ത ആ സുഖാനുഭൂതികളുടെ ലോകത്തിന് വേണ്ടി ആ ഒരു ഓഫർ സ്വീകരിച്ച ആളാ ഞാൻ അങ്ങനെ പോയിക്കോളാം എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ മാത്രമാണ് ഈ ഖുർആനിൽ പിന്നീട് പ്രസ്താവിക്കപ്പെട്ടത്. അതാലോചിച്ച് നോക്കിയതല്ലേ? മുൻ കഴിഞ്ഞു പോയ ഓരോ സമുദായത്തിന്റെ കഥയും ഖുർആൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് നമ്മളോട് എന്താ പറയണേ? നിങ്ങൾ ചിന്തിക്കണില്ലേ? നിങ്ങൾ ചിന്തിക്കണില്ലേ? 13 തവണ ചിന്തിക്കുന്നില്ലേ? 16 തവണ ബുദ്ധി കൊടുക്കുന്നില്ലേ? 9 തവണ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഈ ചോദ്യമൊക്കെ ആരോടാ? നമ്മളോടാ. ഇതിന്റെ ഉത്തരവ് എവിടെയുള്ളത്? ഖുർആനിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് വിശാലമായ അർത്ഥത്തിൽ ഖുർആനിനെ സമീപിക്കുവാൻ, റമദാൻ കടന്നു വരാനിരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ഈ ക്ലാസ്സിലുള്ള 1-2 ആയത്തുകളിൽ ഒതുങ്ങുന്നതാവരുത് നമ്മുടെ ഖുർആനിക പഠനം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് യൂട്യൂബ് ഒന്ന് എടുത്തുകൊണ്ട് പുറത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഖുർആനിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്തെല്ലാമാണ്, ഖുർആനിലുള്ള വസ്തുതകൾ എന്തെല്ലാമാണ്, ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ എന്തെല്ലാമോ, അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക. അമാനി മൗലവിയുടെ തഫ്സീർ നമുക്ക് ആപ്ലിക്കേഷനായിട്ട് വരെ ലഭ്യമാണ്. നമ്മളത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, വായിക്കുക. ചില ആയത്തുകൾ, ഇപ്പോൾ ഞാനൊരു 3 ആയത്ത് വായിച്ചാൽ എനിക്കൊരാശയം കിട്ടും. എനിക്ക് കിട്ടാത്ത ചില ആശയങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി, ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിൽ ഖുർആനിനെ അപ്രോച്ച് ചെയ്യാൻ
നമ്മൾ പരിശ്രമിക്കുക, സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ ഹൃദയത്തോടുകൂടെ ഖുർആനിനെ സമീപിക്കുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളും ഉന്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തെളിവും അതിന് വേണ്ടുന്നതായ സന്നദ്ധതയും ഞങ്ങളുടെ മനസ്സുകളെ നീ ഉണ്ടാക്കി തരണമേ റഹ്മാനായ റബ്ബേ. പിശാചിൻ്റെ കെട്ടിക്കുടുക്കുകളെ മനസ്സിൻ്റെ മന്ത്രണങ്ങളിലെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ദൈവനിഷേധത്തിലേക്കോ അല്ലെങ്കിൽ കുഫറിലേക്കോ നിഫാക്കിലേക്കോ എത്തിപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നാഥ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ സന്താനങ്ങളെ, ഞങ്ങളുടെ കുടുംബക്കാരെ, ഞങ്ങളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും എല്ലാവരെയും ഈ ഹിദായത്തിൻ്റെ മേഖലയെ ഉറപ്പിച്ചു നിർത്തുവാനും ഇനി അതിലേക്ക് എത്താത്തവർക്ക് ഇനിയും ആ പ്രബോധനത്തിൻ്റെ വാചകങ്ങൾ മനസ്സിലാകുവാൻ പ്രകാശത്തിലേക്ക് കടന്നു വരുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ റബ്ബ്. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.